ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്സിൽ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്ക് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഹൈക്കോടതി എന്നാൽ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠമാണ്. സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠമാണ് ഹൈക്കോടതി. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരം 1861 ഈ ഹൈക്കോടതികൾ നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്ന വ്യക്തി കാനിങ് പ്രഭുവാണ്. ഇനി ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതികൾ സ്ഥാപിതമാകുമ്പോൾ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ലോർഡ് എൽജിൻ ആണ്. ലോർഡ് എൽജിൻ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതികൾ സ്ഥാപിതമാകുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ലോർഡ് എൽജിൻ ആണ്. ഓർത്തു വയ്ക്കുക ഈ രണ്ട് പോയിന്റ്സും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത ഹൈക്കോടതിയാണ്. കൊൽക്കത്ത ഹൈക്കോടതി. ഈ കൊൽക്കത്ത ഹൈക്കോടതി ആദ്യം സുപ്രീം കോടതി ആയിട്ടാണ് നിലവിൽ വന്നത് എന്നെല്ലാം നമ്മൾ സുപ്രീം കോടതിയുടെ ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 1774 കൊൽക്കത്ത സുപ്രീം കോർട്ടായി നിലവിൽ വന്നത്, ഫസ്റ്റ് സുപ്രീം കോർട്ട്. പിന്നീട് അത് 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരം കൊൽക്കത്ത ഹൈക്കോടതിയായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതായി നിലവിൽ വന്ന സുപ്രീം കോടതിയായിരുന്നു മദ്രാസ്. മദ്രാസിൽ സുപ്രീം കോടതി വന്നിരുന്നു. മൂന്നാമതായി വന്ന സുപ്രീം കോടതി ബോംബെയിലായിരുന്നു. പിൽക്കാലത്ത് ഇവ മൂന്നും, കൊൽക്കത്തയും മദ്രാസും ബോംബെയും, സുപ്രീം കോടതി ആയിരുന്നത് 1861 ഹൈക്കോർട്ട് ആക്ട് പ്രകാരം ഹൈക്കോടതികളായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ 1861 ഹൈക്കോർട്ട് നിയമം അനുസരിച്ച് ആദ്യത്തെ ഹൈക്കോടതിയായ കൊൽക്കത്ത ഹൈക്കോടതി നിലവിൽ വന്നത് 1862 ജൂലൈ 1 1862 ജൂലൈ 1 കൽക്കത്ത ഹൈക്കോടതി ആയി മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതിയായി കൽക്കത്ത മാറിയത്. ക്ലിയർ ആയല്ലോ. ഇനി 1862 തന്നെയാണ് നമ്മുടെ മദ്രാസ് ഹൈക്കോർട്ടും ബോംബെ ഹൈക്കോർട്ടും നിലവിൽ വരുന്നത്. ഇനി നമുക്ക് ഹൈക്കോടതികളുമായി ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിക്കിൾസ് ആണ് പഠിക്കാനുള്ളത്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. ഇതിലെല്ലാം ഒന്നും പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് ആർട്ടിക്കിൾ 214. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ടാകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. ഇനി ആർട്ടിക്കിൾ 215 എന്താണെന്ന് നോക്കാം. ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 215. നമ്മൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ പഠിച്ചു. ഏതായിരുന്നു അത്, ഓർക്കുന്നോ? ആർട്ടിക്കിൾ 129 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഹൈക്കോടതിയുടെ ഭാഗത്തേക്ക് വരുമ്പം ആർട്ടിക്കിൾ 215 ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പറയുന്നത്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ്? ഹൈക്കോടതിയുടെ വിധികൾ, നിരീക്ഷണങ്ങൾ, ഉത്തരവുകളെല്ലാം ലീഗൽ റെഫറൻസിന് വേണ്ടി മറ്റ് കീഴ്ക്കോടതികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ ചോദ്യം ചെയ്യാനൊന്നും ആർക്കും അധികാരമില്ല. അപ്പോൾ മറ്റു കോർട്ടുകൾക്ക് ഇവയെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 215. ഇനി അടുത്തത് ആർട്ടിക്കിൾ 216. എന്താണ്? ഹൈക്കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 216. ഹൈക്കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 216. ഇനി ആർട്ടിക്കിൾ 217 നോക്കാം. അത് ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യതകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 217. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജഡ്ജിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പഠിച്ചിരുന്നു. 124 സബ് ക്ലോസ് 3. 124 സബ് ക്ലോസ് 3 ആണ് സുപ്രീം കോടതി ജഡ്ജിന്റെ യോഗ്യതകളെക്കുറിച്ച് പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിന്റെ യോഗ്യതകളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 217. ആർട്ടിക്കിൾ 217. എന്തൊക്കെയാണ് ഹൈക്കോടതി ജഡ്ജ് ആവാനുള്ള യോഗ്യതകൾ? ഫസ്റ്റ് കണ്ടീഷൻ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നീതിന്യായ സ്ഥാപനത്തിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നീതിന്യായ സ്ഥാപനത്തിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ
ഹൈക്കോടതി അഭിഭാഷകനായി 10 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇവയിൽ ഏതെങ്കിലും മതി. ഫസ്റ്റ് കണ്ടീഷൻ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതുകൂടാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നീതിന്യായ സ്ഥാപനത്തിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയം. അതല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇതാണ് ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യതയായിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 219 എന്താണെന്ന് നോക്കാം. ഇവരുടെ സത്യപ്രതിജ്ഞയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 219 പറയുന്നത്. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഗവർണർക്ക് മുൻപാകെയാണ്. അതുപോലെ ഹൈക്കോർട്ട് ജഡ്ജാണെങ്കിൽ ഒന്നുകിൽ ഗവർണറുടെ മുൻപിൽ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ആർട്ടിക്കിൾ 219 അനുസരിച്ച് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഗവർണർക്ക് മുൻപാകെയും മറ്റുള്ള ജഡ്ജിമാർ ഒന്നുകിൽ ഗവർണറുടെ മുന്നിലോ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിലോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അടുത്ത ആർട്ടിക്കിൾ 221 പഠിക്കേണ്ടത്. ഹൈക്കോർട്ട് ജഡ്ജിമാരുടെയും ഹൈക്കോർട്ട് ചീഫ് ജഡ്ജിയുടെയും ശമ്പളത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 221. ആർട്ടിക്കിൾ 221 ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹൈക്കോർട്ട് ജഡ്ജിമാരുടെയും ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെയും ശമ്പളത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,50,000 രൂപയും ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളം 2,25,000 രൂപയുമാണ്. ഓർത്തു വയ്ക്കുക, ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,50,000 ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ ശമ്പളം 2,25,000 രൂപയുമാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. ഇവരുടെ ശമ്പളം കൊടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. എന്നാൽ ഇവർക്കുള്ള പെൻഷൻ അനുവദിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഈ ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ 221 ഹൈക്കോർട്ട് ജഡ്ജിമാരുടെയും ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെയും ശമ്പളത്തെക്കുറിച്ച് പറയുന്നത്. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,50,000 രൂപയും ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ ശമ്പളം 2,25,000 രൂപയുമാണ്. ഇവർക്ക് ശമ്പളം അനുവദിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. ഇവർക്കുള്ള പെൻഷൻ ആണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇവരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. 62 വയസ്സ്. ആദ്യം അത് 60 ആയിരുന്നു. പിന്നീട് 15ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവരുടെ വിരമിക്കൽ പ്രായം 62 ആക്കി ഉയർത്തിയത്. 1963 15th അമെൻമെന്റ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ആർട്ടിക്കിൾ 226 അടുത്തത്. എല്ലാവർക്കും അറിയുന്ന ആർട്ടിക്കിളാണ് അല്ലേ? എന്താണ്? ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 അനുസരിച്ചാണ്. ഓക്കെ, ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിക്ക് റിട്ട് അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? അത് ഇന്നലത്തെ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാണ്. ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പറയുന്നത്. റിട്ട് അധികാരം പഠിക്കുമ്പോൾ നമ്മൾ ഹൈക്കോടതിയുടെ റിട്ട് അധികാരവും സുപ്രീം കോടതിയുടെ റിട്ട് അധികാരവും കമ്പയർ ചെയ്ത് പഠിക്കണം. കാരണം മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ കേസിലേക്ക് വരുമ്പോൾ മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ടും റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണ്. എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം വിശാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഹൈക്കോടതികൾക്ക് അതത് സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പരിധിയിലുള്ള ആ ഒരു പ്രദേശങ്ങളിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ കൂടിയിട്ടും ഹൈക്കോടതിയുടെ റിട്ട് അധികാരം കുറച്ചുകൂടെ വിശാലമാണെന്ന് പറയുന്നത് ഈ മൗലികാവകാശങ്ങളോടൊപ്പം നിയമ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ടും റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം കുറച്ചുകൂടെ വിശാലമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി റിട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെപ്പറേറ്റ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലാസ് വേണ്ടവർക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ഈ ഭാഗത്ത് പഠിക്കേണ്ട
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 230. എന്താണ്? ഹൈക്കോടതിയുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 230. നമ്മൾ ആദ്യം ഒരു ആർട്ടിക്കിൾ പഠിച്ചു, ആർട്ടിക്കിൾ 214 പഠിച്ചു. എന്താണ്? ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന്. അതുപോലെ ആർട്ടിക്കിൾ 230 പറയുന്നത് ഈ ഹൈക്കോടതിയുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ അധികാര പരിധിയിൽ വരുന്ന ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ആൻഡമാൻ നിക്കോബാർ അധികാര പരിധിയിൽ വരുന്ന ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപാണ്. ഓക്കെ, കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. ഓർത്തു വയ്ക്കുക. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഇനി മറ്റു കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. നിലവിൽ ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം എത്രയാണ്? 25 25 ഹൈക്കോടതികളാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. അങ്ങനെ 2013 നിലവിൽ വന്ന ഹൈക്കോടതികളാണ് മേഘാലയ, മണിപ്പൂർ, ത്രിപുര. മേഘാലയ, മണിപ്പൂർ, ത്രിപുര എന്നീ ഹൈക്കോടതികൾ നിലവിൽ വന്നത് 2013 3 ഹൈക്കോടതികളാണല്ലോ, അപ്പോൾ 2013 അങ്ങനെ കണക്ട് ചെയ്യാം. അങ്ങനെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായിട്ടുള്ള ഇന്ത്യയിലെ ഹൈക്കോടതിയാണ് അമരാവതി ഹൈക്കോടതി. 25ാമത് ഫോം ചെയ്ത ഹൈക്കോടതിയാണ്. 2019 ജനുവരി 1 ഏറ്റവും അവസാനമായിട്ട് ഫോം ചെയ്ത ഹൈക്കോടതി അമരാവതി ഹൈക്കോടതി നിലവിൽ വരുന്നത്. അത് രൂപീകൃതമായത് 2019 ജനുവരി 1 ഓർത്തു വെക്കുക. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഈ ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന സംസ്ഥാനങ്ങളാണ് ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നീ സ്റ്റേറ്റുകൾ ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇനി ഗ്രീൻ ബെഞ്ച് ഉള്ള ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതി. കൊൽക്കത്ത ഹൈക്കോടതിയിലാണ് ഗ്രീൻ ബെഞ്ച് ഉള്ളത്. എന്താണ് ഈ ഗ്രീൻ ബെഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, NGT. ഈ NGTയുടെ ആദ്യകാല പേരാണ് ഗ്രീൻ ബെഞ്ച് എന്നുള്ളത്. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്നാൽ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം രൂപീകരിച്ച കോടതികളെയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നത് 2010. ഇതൊരു PYQ ആണ്. UPSCക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള, ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ UP സ്കൂൾ ടീച്ചറുടെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നത് 2010 ഒക്ടോബർ 18 ആർട്ടിക്കിൾ 21 അനുസരിച്ചാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ രൂപീകരിച്ചത്. ഇനി ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത ഹൈക്കോടതിയാണ്. വർഷം 1996. കണ്ടോ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഗ്രീൻ ബഞ്ച് എന്നാൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഏർലിയർ നെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ബഞ്ച് എന്ന് ചോദിക്കുമ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി 1996 വർഷം. മറ്റേ ഗ്രീൻ ട്രിബ്യൂണലാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ തന്നെ വന്നിട്ടുള്ളത് 2010 ഒക്ടോബർ 18 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ആർട്ടിക്കിൾ 21 അനുസരിച്ചാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ കേരളത്തിലെ ബഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അതുകൂടി ഓർത്ത് വയ്ക്കുക. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ കേരളത്തിലെ ബഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അതുപോലെ മറ്റൊരു പോയിന്റാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതി ത്രിപുര ഹൈക്കോടതിയാണ്. ഈ ത്രിപുര ഹൈക്കോടതി നിലവിൽ വന്നത് 2013. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതി ത്രിപുര ഹൈക്കോടതിയാണ്. ഇനി ഈ ഭാഗത്ത് നമ്മൾ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കാം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ് നമ്മൾ പറഞ്ഞില്ല. ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതുപോലെ ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിയുടെ പക്ഷത്താണ്. രാഷ്ട്രപതിക്കാണ് അവർ രാജിക്കത്തും സമർപ്പിക്കേണ്ടത്. ഇവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ അത് ഗവർണർക്ക് മുൻപാകെയും, ജഡ്ജ് ആണെങ്കിൽ ഹൈക്കോടതി ഗവർണർക്കോ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിലോ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ, ആർട്ടിക്കിൾ 219 പ്രകാരം. ഇനി നമുക്ക് കേരള ഹൈക്കോടതിയെക്കുറിച്ച് പഠിക്കാം.
കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് കേരള ഹൈക്കോടതി നിലവിൽ വന്നത്. 14ാമത്തെ ഹൈക്കോടതി ആയിട്ടാണ് കേരള ഹൈക്കോടതി നിലവിൽ വരുന്നത്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണെന്നൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു KT കോശി. ഇനി നിലവിൽ ആരാണ്? നിലവിൽ 39ാമത്തെ കേരള ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുക്കർ ജാംതർ ആണ് 39ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2024 സെപ്റ്റംബർ 26 മുതലാണ് അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് ചാർജ് എടുക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇപ്പൊ കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 14 ജില്ലകൾ, കേരളത്തിലെ 14 ജില്ലകളും അതോടൊപ്പം ലക്ഷദ്വീപും കൂടിയാണെന്നുള്ളത് ഓർത്തു വെക്കുക. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ എഴുതിയിട്ടുള്ള വാക്യം എന്താണ്? സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിലെ വാക്യമാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുജാത മനോഹറാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്. അതുപോലെ കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ KK ഉഷയാണ്. നോട്ട് ചെയ്ത് വെക്കണം ഈ പോയിന്റ് കേട്ടോ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് KK ഉഷ. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാന്ന് ചോദിച്ചാൽ അന്ന ചാണ്ടിയാണ്. ചോദ്യം ശ്രദ്ധിക്കുക, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്ന ചാണ്ടി. ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറും അതുപോലെ വനിതാ ജഡ്ജി ആണെങ്കിൽ അത് അന്ന ചാണ്ടിയുമാണ്. ഓർത്തു വെക്കുക. ഇനി മറ്റൊരു പോയിന്റ് പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് ഓമന കുഞ്ഞമ്മയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മയാണ്. ഇനി അന്ന ചാണ്ടിയുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജായ വനിതയാണ് അന്ന ചാണ്ടി. എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജിയായ വനിതയാണ് അന്ന ചാണ്ടി. ഇത്രയും കാര്യങ്ങളാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. ഇനി ഇവിടെ ഒരു ആർട്ടിക്കിൾ കൂടി ചേർക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 348 സബ് ക്ലോസ് 1. ഇതിൽ പറയുന്നത് ഹൈക്കോടതികളുടെയും സുപ്രീം കോടതികളുടെയും പ്രവർത്തന ഭാഷ, വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 348 പ്രകാരമാണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഭാഷ എന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 348. കോടതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് കൊണ്ട് 1-2 അഡീഷണൽ പോയിന്റ്സ് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 അഡീഷണൽ പോയിന്റ്സ് കൂടി പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി ഏതാണ്? പശ്ചിമ ബംഗാളിലെ മാൾഡയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് കൊച്ചിയിലാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പൊതു താല്പര്യ ഹർജി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ പൊതു താല്പര്യ ഹർജി എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് PN ഭഗവതി. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. പൊതു താല്പര്യ ഹർജി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് PN ഭഗവതി. ഈ പൊതു താല്പര്യ ഹർജി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇനി കുടുംബ കോടതികൾ സ്ഥാപിതമായ വർഷം 1986 ആണ്. 1986 കുടുംബ കോടതികൾ നിലവിൽ വന്ന വർഷം. ലോക് അദാലത്തിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ് ലോക് അദാലത്ത്? സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി അല്ലെങ്കിൽ പീപ്പിൾസ് കോർട്ട് എന്നൊക്കെയാണ് അർത്ഥം. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവൊന്നും ഇല്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്.
ജനങ്ങളുടെ കോടതി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ഈ ലോക് അദാലത്ത് എന്ന് പറയുന്നത്. കേസുകൾ കഴിയുന്നത്ര വേഗത്തിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു ലോക് അദാലത്ത് ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിൽ ലോക് അദാലത്ത് രാജസ്ഥാനിലാണ് ഏറ്റവും ആദ്യമായിട്ട് വന്നത്. ദക്ഷിണേന്ത്യയിലാണെങ്കിൽ തിരുവനന്തപുരത്തുമാണ്. ഇനി ഈ കക്ഷികൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രമാണ് ഈ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയൊക്കെ കേസ് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് അദാലത്ത് ഈ കക്ഷികളെ പ്രേരിപ്പിക്കുകയും അതുവഴി കേസ് പെട്ടെന്ന് കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് തീർപ്പാക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതാണ് ലോക് അദാലത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻസിൽ പറയാവുന്നതാണ്. താങ്ക്